കോഴിക്കോട് പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മൾ ജോലി ചെയ്ത കാലത്ത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്ക് എന്തെല്ലാം സന്തോഷങ്ങളുണ്ടായിരുന്നു. അല്ല ശശി, നമുക്ക് സന്തോഷങ്ങളുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ ഇടയിൽ നമ്മൾ തമ്മിൽ കരുതുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിരുന്നു. രാവിലെ തൊട്ട് വഴക്ക് പിടിക്കും, വൈകിട്ട് 9 മണിയാവുമ്പോൾ ഫോണിൽ കൈയിട്ട് നമ്മൾ വീട്ടിൽ പോകുന്ന ഒരു അനുഭവം ആണ് നമുക്കുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ആ അനുഭവത്തിൽ തന്നെ ഈ സ്റ്റാഫ് റിട്ടയർഡ് ആയിരിക്കുന്ന നമുക്ക് ഒന്നുകൂടി ഒന്ന് കൂടാൻ പറ്റുന്നില്ല, എല്ലാവരും പറ്റുന്നില്ല എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. എല്ലാവരെയും ചേർക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്, ഒരുമിച്ച് നിർത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു സംഘടന ഒരു കൂടിവരവ് ആഗ്രഹിച്ചത്. ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് തുറന്നു പറയാൻ നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യര് ഉള്ള ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളെ ചെയ്യുന്നത്. എന്റെ വേദന പങ്കിടുവാൻ എനിക്ക് എന്നോട് ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ പറ്റാതെ പോയാൽ അത് നമുക്കൊരു വേദന. കാരണം നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ മനസ്സ് കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നവർ പോലും നമ്മെ മാറി വിമർശിക്കുന്നവരാണ്. ആ സാഹചര്യത്തിലാണ് നാം ഇങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടേത് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം വ്യക്തിപരമായി തകരുന്നത്. എന്നാൽ എനിക്ക് മാത്രമല്ല, എനിക്ക് ചുറ്റുമുള്ളവരും ഈ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മുൻപോട്ട് വയ്ക്കാവുന്ന ചുവട് അത് സർവശക്തൻ ഒരുക്കി തന്ന ചുവടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നത് സംഘം ജീവനക്കാരായിരുന്നവർ റിട്ടയർഡ് ആയി കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്ന് കണ്ടുമുട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിനകത്ത് സംഘത്തെ വിമർശിക്കാനോ മറ്റ് സംഘടനകളെ വിമർശിക്കുവാനോ ഒന്നും ഞാനാവാം. കാരണം സ്ഥാപനം ഇന്നലെ വരെ എനിക്ക് ചോറ് തന്നെങ്കിൽ ഇന്നും ഇത് അതിനകത്തുള്ള ഒരു 2000 രൂപ ഞാൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളൊക്കെ പ്രവർത്തിച്ചതിന്റെ ഫലം തന്നെയാണ്. അത് ഇന്നും നമുക്ക് ലഭിക്കുന്നത്. അത് നിൽക്കണം, കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയാകണം നമ്മുടെ പ്രാർത്ഥന എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട്, ഇത് അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണ് എങ്കിലും നിങ്ങൾക്കറിയില്ലാത്ത ചില വസ്തുതകൾ ഒന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. PFPA എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ 1997 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. 1997 ഞാൻ റിട്ടയർ ആയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ റിട്ടയർ ആയിട്ടില്ല. 1997 ഈ സംഘടന ഉണ്ടാകുന്നതിന് ഏതാണ്ട് 2 വർഷം മുമ്പ് മാത്രമാണ് EPF എന്ന് പറയുന്ന പെൻഷൻ സ്കീം നിലവിൽ വന്നത്. 1995 ഈ പെൻഷൻ സ്കീം നിലവിൽ വന്നത്. അന്ന് ഒത്തിരി പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. ഈ ഇതിൽ അംഗത്വം നേടിയാൽ നമുക്ക് വലിയൊരു സംഖ്യ നമുക്ക് ലഭിക്കും.
റിട്ടയർ ആയി കഴിഞ്ഞാൽ 15,000 രൂപയെങ്കിലും നമുക്ക് പെൻഷൻ കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള കണക്കൂട്ടലുകളോടുകൂടിയാണ് സംഘവും നമ്മളും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം ഇതിൽ അംഗങ്ങളെ ചേർത്തത്. അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ട് അടയ്ക്കുന്ന ഓരോ വ്യക്തികളും ഇതിൽ ചേർന്നു. എന്നാൽ 97 മുതൽ തന്നെ റിട്ടയർ ചെയ്ത് ആൾക്കാർക്ക് കിട്ടിയത് 1 രൂപ പെൻഷനാണ്. 1 രൂപ പെൻഷൻ ഉണ്ടായിരുന്ന 76 പേര് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഈ 1 രൂപ പെൻഷൻ 97 റിട്ടയർ ചെയ്തിരിക്കുന്നവർക്ക് കിട്ടുന്ന 1 രൂപ. ഈ 1 രൂപ മാത്രം കിട്ടിക്കൊണ്ടിരുന്നവര് എന്തിനീ 1 രൂപ? അന്ന് 1 കിലോ അരിക്ക് പോലും പണം തികയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ 1 രൂപ കിട്ടുന്നത്. എങ്കിലും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പോകുന്ന വിധവകളായ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ മന്ത്രിയായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസ് എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ കോഴിക്കോട് വരികയും കോഴിക്കോട് വെച്ച് അദ്ദേഹവുമായി ഈ 1 രൂപ പെൻഷനും മറ്റ് കുറഞ്ഞ പെൻഷൻകാരെയൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മുന്നിൽ വ്യക്തികളെ കൊണ്ട് എത്തിച്ചു. ഈ വ്യക്തികളെ കൊണ്ട് എത്തിച്ചതിലൂടെ അദ്ദേഹം അന്നൊരു വാക്ക് തന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വർധന ഉണ്ടാകാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് കുറഞ്ഞത് 1000 രൂപ പെൻഷൻ എന്ന ഒരു സംവിധാനം ഉണ്ടായി. ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും വിചാരിക്കും പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും 1000 രൂപ ലഭിക്കും. ഇല്ല, ഒരിക്കലും. കാരണം 1000 രൂപ ഏറ്റവും കുറഞ്ഞ പെൻഷൻ എന്നുള്ളത് അതിനൊരു അനുപാത കണക്കുണ്ട്, സർവീസ് കാലാവധിയുണ്ട്, അതിനൊരു രീതിയുണ്ട്. അതിൽ കുറഞ്ഞുള്ളവർക്ക് അതിന്റെ അനുപാതം അനുസരിച്ച് കുറയും. 1952 പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന നിയമം നിലവിൽ നമ്മുടെ ഭാരതത്തിൽ വന്നു. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, അന്നാണ് ഇത് ആരംഭിച്ചത്. പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുപോകുന്നത് തൊഴിലാളികൾ തൊഴിൽ ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. നിങ്ങളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം തന്നെ പ്രോവിഡന്റ് ഫണ്ടിൽ അംഗങ്ങളായിരുന്നു. ഇവിടെ 95 പെൻഷൻ സ്കീം വന്നപ്പോൾ 1971 സർവീസിൽ കയറിയിരിക്കുന്ന അന്തോണിച്ചൻ അടക്കമുള്ളവര് 95 ഈ പി എഫ് പെൻഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, സംഘം ഇറങ്ങിത്തിരിക്കുമ്പോൾ 71 മുതൽ ആരംഭിച്ച ഫാമിലി പെൻഷന്റെ സമാഹരിച്ച ആ പണം കൂടി ഇതിൽ അടയ്ക്കുകയുണ്ട്. അപ്പൊ ആ സർവീസ് കൂടി കിട്ടുന്നത് അത് അവര് കണക്ക് പോകുന്നില്ല. പ്രോവിഡന്റ് ഫണ്ട് ആ കണക്ക് കൂട്ടുന്നേയില്ല. പ്രോവിഡന്റ് ഫണ്ട് എപ്പോഴും കണക്ക് കൂട്ടുന്നത് 1995 മുതലുള്ളതാണ് അവര് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഇവർ കൊടുത്തിരിക്കുന്നതോ 1971 മുതൽ ഇവർക്ക് അർഹതയുള്ളവർ. ഇത് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുള്ളതാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാട്ടും മുന്നേ സംഘടനാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ ഇത് മനസ്സിലാക്കിയതാണ്. പെൻഷൻ സംബന്ധിച്ചുള്ള അന്ന് നടന്ന സംഭവങ്ങളുണ്ട്. ഒരു പ്രസ്ഥാനങ്ങളും അതായത് സ്ഥാപനങ്ങളും കോടതി വ്യവഹാരത്തിലേക്ക് അന്ന് കടന്നിരുന്നില്ല. എന്നാൽ 116 പേര് ആദ്യമായി കേസ് കൊടുത്ത് ഫയൽ ചെയ്ത് കോടതിയെ സമീപിച്ചു. ആ 116 പേരാണ് തുടർച്ചയായി സമരരംഗത്ത് കടന്നു വന്നത്.
വലിയ വലിയ പ്രസ്ഥാനങ്ങൾ അതിന് ശേഷമാണ് പലരും ചേർന്നു. അന്നും നമ്മുടെ പ്രസ്ഥാനം, അതായത് ഞാൻ പറയാൻ അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രസ്ഥാനം ആരും തന്നെ ഈ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല. ഈ കേസ് കൊടുക്കാതെ തന്നെ ഒത്തിരി സർക്കാരുകളിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കേസ് കൊടുത്തിട്ടുള്ളവർക്ക് അവർക്ക് വന്നിരിക്കുന്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത്. 2016-17 കാലഘട്ടത്തിൽ 15-16-17 കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റാഫ് ശ്രീ ഡി കൃഷ്ണൻകുട്ടി, ബാബുരായ തുടങ്ങിയവരടങ്ങുന്ന PFKയിലെ അംഗങ്ങളായിരുന്നവർ, നിജകുമാർ അടക്കമുള്ള ആൾക്കാര് കോട്ടയം ടൗണിലൂടെ ഷർട്ട് മൂലിയിട്ട് ഭിക്ഷാടനം നടത്തിയ ഒരു പ്രകടനം നടത്തിയത്. എന്തിനു വേണ്ടിയാ? പെൻഷൻ വർദ്ധിപ്പിച്ചത്. അന്ന് ഞാൻ റിട്ടയർ ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അറിയിക്കില്ല. എന്നാൽ 2022 ആയപ്പോഴാണ് ഞാൻ PK അബ്രഹാം, ബാബുരായ അബ്രഹാം, ഞങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ നിന്നാണ് യാദൃശ്ചികമായി ഞാൻ ആ കമ്മിറ്റിയിൽ പെടുന്നത്. അന്ന് മുതൽ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിച്ചു. പഠിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കൂടി നമ്മൾ നേടുന്ന ഒന്നും നേട്ടമല്ല, നമ്മൾ മുന്നിൽ തന്നെയാണ്. അതിൽ ഒന്നാം സ്ഥാനം, ഒന്നാമത്തെ കാര്യം, ഒരു സംഘടന ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ ആ സമരത്തിന് നമ്മൾ പിൻബലമായി നിന്നെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. നമ്മൾ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്നത്തെ ഒരു ധർമ്മ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് കൊടുക്കും. ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങൾ എത്ര പേര് പങ്കെടുക്കും? സമയം 47,000 പേരുണ്ട് കോട്ടയം ജില്ലയിലെ പെൻഷനേഴ്സ്. അതിൽ എത്ര പേര് വരും നമുക്കറിയില്ല. അപ്പൊ അവർ കണക്കൂടുന്നത് 47,000 പേരിൽ 10% 4,000 പേരെ ലീവ. പിറ്റേ ദിവസം സമരത്തിന് ഞങ്ങളവിടെ ചെന്നിരിക്കുമ്പോ ഞങ്ങളെ ചുറ്റും ഇരിക്കുന്നത് 18 പേരെ, 20 പേരെ, 22 പേരെ. രാവിലെ പോലീസുകാർ വരും. ഇതെന്താണ് ഇവിടെ? അവര് നോട്ടെഴുതി അവര് നമ്മളോട് ആ സംഭവം ചവിട്ടുകൊണ്ടേയി നമുക്ക് കിട്ടുന്ന ആനുകൂല്യത്തിനെങ്കിലും നമ്മൾ പോക്കറ്റിലിടുന്ന കാശിന് വേണ്ടിയെങ്കിലും നമ്മളൊന്ന് സഹകരിക്കുക. ഞാൻ വളരെ 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 താഴ്മയായിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാണ്. 84 പേര് കോട്ടയം ജില്ലയില് പെൻഷൻ വാങ്ങുന്ന ഇന്ത്യൻ കോഫി ഹൗസിലെ തൊഴിലാളികളുണ്ട്. ഞങ്ങൾ ഇപ്പൊ പറയുന്നു ഈ ഹയർ പെൻഷൻ കിട്ടി എന്ന് അവകാശപ്പെടുന്ന ഞാനടക്കമുള്ളവര്, എനിക്ക് ഹയർ പെൻഷൻ കിട്ടിയതാണ്, ബാബിയാറുടെ ഹയർ പെൻഷൻ കിട്ടിയതാണ്, അതുപോലെ ഹയർ പെൻഷന് വേണ്ടി പൈസ അടച്ചിരിക്കുന്നതാണ് DA ജോസഫ്, VL കിട്ടിയതാണ്, തോമസ് കിട്ടിയതാണ്. ഈ കൂടുതൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു വ്യക്തിയുടെ പോലും രേഖകൾ PF ഓഫീസിൽ കൊടുക്കാതെ മുഴുവൻ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അന്വേഷിച്ചു. മുഴുവൻ ആൾക്കാരുടെയും രേഖകൾ കൊടുത്തിരിക്കുന്ന ഏക സ്ഥാപനമാണ് നമ്മുടെ. പല സ്ഥാപനങ്ങളും ഇല്ല. ഉദാഹരണം കന്നഡ ഹോസ്പിറ്റല് എന്ന് പറയുന്ന പ്രസ്ഥാനം അവിടെയില്ല. അവിടെ ഒരു നേഴ്സസ് സ്കൂൾ മാത്രമേ ഉള്ളൂ. കോട്ടയത്തെ ഒരു സാധാരണ പ്രസ്ഥാനം ഇല്ല. അവര് ആരെ പോയി കാണണോ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി പ്രസ്ഥാനങ്ങൾ ഇതുപോലെ ഈ ആദ്യം എഴുതിയ പ്രൈവറ്റ് മേഖലയിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ അടച്ചു മുട്ടിപ്പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളവർക്ക് ഈ പൈസ അടയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് ഹൈറോഷന് വേണ്ടി അപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് ഒപ്പിട്ട് കൊടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാണ്. അതിന്റെ കാരണം രണ്ടാണ്.
പണം അടയ്ക്കുവാൻ ഒപ്പിടുന്നത് ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ആണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പൈസ വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ആ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ മുന്നിൽ നമ്മൾ ചെന്ന് പണം അടയ്ക്കാനുള്ള ചെക്കുമായി ചെല്ലാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ സാധിക്കൂ. അത് പല സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണമുണ്ട്. നമ്മുടെ രേഖകൾ ഓഫീസിൽ ചെന്നാൽ നമ്മളെ വിളിച്ചു പറയും. നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന രേഖകൾ ഒപ്പിട്ട് നമ്മുടെ കയ്യിൽ നമ്മളത് നേരെ കൊണ്ടുപോയി PF ഓഫീസിൽ കൊടുത്താണ്. 5,30,846 കോടി രൂപ വരവുണ്ടാകും. അന്ന് പലിശ ഇനത്തിൽ വന്നത് 39,042 കോടി രൂപയാണ്. ഇത് കണക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കാണ്. അന്ന് പെൻഷൻ കൊടുത്തത് 11,559 രൂപയാണ്. അന്ന് പെൻഷൻ കൊടുത്തത്. അന്ന് പെൻഷൻ വാങ്ങിയത് എത്ര പേരാണെന്ന് അറിയാമോ? 66,50,717 പേർക്കാണ് അന്ന് ഈ പെൻഷൻ കൊടുത്തത്. അപ്പൊ എത്ര രൂപ വെച്ച് ഉണ്ട് എന്നത് അനുപാതം ഏകദേശം നമുക്ക് തന്നെ കണക്ക് കൊടുക്കാം. ആ വ്യത്യാസങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് 2022-23 ആയപ്പോൾ 7,80,308 രൂപ 308.93 കോടി രൂപ അവിടെ ഫണ്ടും അതിന്റെ പലിശ മാത്രമാണത് 51,985 കോടിന്റെ 82 കോടി രൂപയാണ് അവിടെ പലിശ ഇനത്തിൽ PF ചെന്നത്. അപ്പോൾ അവർ കൊടുത്തത് 14,444.60 ആണ് അവര് പെൻഷനായി കൊടുത്ത സംഖ്യ. അന്ന് കൊടുത്തത് 75,53,913. അതിന്റെ ബാലൻസ് 40,000 കോടിയോളം ബാക്കി. PF പൈസ ഇല്ല എന്ന് പറയുന്നതല്ല ശരി. PF ഇന്നും പൈസയുണ്ട്, ഇന്നലകളിലും പൈസയുണ്ട്. അവരെങ്ങനെ കൊടുക്കാതിരിക്കാമെന്ന് നോക്കുമ്പോൾ നമ്മളെ പോലെ ഉള്ള വീട്ടിലിരുന്നാൽ അത് കിട്ടില്ല. എല്ലാവരും ഇറങ്ങണം. നമ്മൾ ഈ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് 10,833 2,333 രൂപ 2013 റിട്ടയർ ചെയ്തിരിക്കുന്ന പൗലൂസിന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മാത്രമല്ല, ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരാളുടെ മാത്രമല്ല, KSF-യിലെ തൊഴിലാളികളുണ്ട്, സിമിൻസിലെ തൊഴിലാളികളുണ്ട്, റബ്ബർ ബോർഡിലെ തൊഴിലാളികളുണ്ട്, അതുപോലെ ഒട്ടേറെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുണ്ട്. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവരെല്ലാവരും സഹകരിക്കേണ്ടതാണ്. അവരെയൊക്കെ ഓരോ വീടുകളിൽ പോയി ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? പുതുപ്പള്ളിയിൽ തന്നെ ഏതാണ്ട് 40 പേരോളം ഞാൻ പോയി കണ്ടു കഴിഞ്ഞു. സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് മിനിമം പെൻഷൻ 9,000 രൂപയാക്കുക, പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ക്ഷാമബത്ത അനുവദിക്കുക. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എനിക്ക് ഒക്കെ പെൻഷൻ കിട്ടാൻ തുടങ്ങിയ കാലം മുതൽ നമ്മൾ എന്നും മരണപ്പെടുന്നു അന്നു വരെ അതേ പെൻഷനെ കിട്ടുള്ളൂ. അതേസമയം സർക്കാരിന്റെ പെൻഷൻ എങ്ങനെയാ? അവർക്ക് ക്ഷാമബത്ത. അപ്പൊ അതിന്റെ അനുസരിച്ച് അനുപാതം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആ അനുപാതം കിട്ടുന്നില്ല. നമുക്കൊരു ക്ഷാമബത്ത ഇല്ല, ഒന്നുമില്ല. നമ്മൾ 3,000 രൂപ കിട്ടുന്നത് 3,000 രൂപ മരണം വരെ അതേ ഉള്ളൂ. അതല്ല, നമ്മൾ ആവശ്യപ്പെട്ട ക്ഷാമബത്ത അനുവദിക്കണം. മുഴുവൻ സർവീസ് കാലവും പെൻഷന്
വേണ്ടി പരിഗണിക്കുക. എനിക്ക് ഇപ്പം പെൻഷന്റെ ശമ്പളം വന്നിരിക്കുന്നത് 29,000 രൂപ. അദ്ദേഹത്തിന് PK Abraham വന്നിരിക്കുന്ന 33,000 രൂപ പെൻഷന്റെ ഒരു മാസത്തെ ശമ്പളം ഏകദേശം 33,000 രൂപ. ഞങ്ങൾ റിട്ടയർ ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കൈ മേടിച്ചത് 43,000 44,000. എന്നാൽ ഇതിൽ എഴുതി വന്നിരിക്കുന്നത് അവരുടെ കണക്കനുസരിച്ച് എഴുതി വന്നിരിക്കുന്നത് 33,000 29,000 അവർ കണക്കൂട്ടുന്ന ആ കാൽക്കുലേഷൻ രീതിയാണ്. ക്ലോറേക്കാന്ന് പറയുന്ന ഒരു കണക്കാണ്. ആ കണക്കിൽ ഓരോ വർഷത്തെ കണക്ക് കൂട്ടി ഓരോ വർഷത്തെയും കണക്ക് കൂട്ടി ആഡ് ചെയ്ത് അതിനെ ഹരിച്ചും തുണിച്ചും ഒക്കെ നമ്മൾ എഴുതി എത്ര രൂപ നമുക്ക് കുറച്ചു തരാമോ അതാണ്. അപ്പൊ നമുക്ക് ക്ഷാമബത്താന്ന് പറയുന്ന സംവിധാനമില്ല, അത് ആവശ്യപ്പെടുന്നു. പിന്നെ ഹയർ പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും ഉടൻ നൽകുക. നമ്മുടെ ആൾക്കാർ ഒത്തിരി പേര് പൈസ PKSH പൈസ അടച്ചതാണ്, TA ജോസഫ് പൈസ അടച്ചാണ്. കിട്ടിയോ? കിട്ടിയോ? ഇത് കുറെ ആൾക്കാരുടെ ലിസ്റ്റ് എന്റെ മനസ്സിൽ കിടക്കുന്നത് അതായത് സാറത്തിന് കിട്ടിയെന്ന്. ഇതുപോലെ ഒത്തിരി പേർക്ക് സജിക്ക് കിട്ടി. പിന്നെ കാക്കട വന്നു, സ്കറിയായിട്ട് വന്നു സ്കറിയായിട്ട് വന്നത് മാത്രം ഞാൻ അറിഞ്ഞിട്ടില്ല. അതായത് ചോദിച്ചത് സക്കറി കിട്ടി. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കും വരുന്നുണ്ട്. അത് അവിടെ ഇവിടെ സ്പീഡിൽ നടക്കാത്തതിന്റെ പ്രധാന കാരണം അതിനനുസരിച്ചുള്ള തൊഴിലാളികൾ അവർക്കില്ല, ഓഫീസ് സ്റ്റാഫ് അവർക്കില്ല. ഇത് ചെയ്യേണ്ടത് നമ്മളുടെ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കോട്ടയത്ത് വന്നു കഴിഞ്ഞാലേ നമുക്കറിയാം. ഇത് നമ്മൾ ഏതെങ്കിലും ഒരു അപേക്ഷയുമായി പോയാൽ എറണാകുളത്ത് ചെല്ലുമ്പോൾ പറയും പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം, അതായത് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് നിർത്തലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. 12% ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് 12% ആ സ്ഥാപനം കൂടെ കൊടുക്കുന്ന രീതിയാണ്. അത് വേണ്ട. നിങ്ങൾക്ക് പ്രോവിഡന്റ് ഫണ്ട് വേണോ, നിങ്ങളുടെ നിൽക്കും, ഞങ്ങൾ ചെയ്യും. ആ ഒരു സമീപനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ട്രേഡ് യൂണിയനുകളിലെ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം എന്താണെന്നുള്ള ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെതിരെയും ശക്തമായ നടപടികൾ എടുക്കും. അത് തൊഴിലാളിക്ക് വേണ്ടി നിൽക്കുക, പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ഇപ്പൊ കാണാമെന്നുണ്ടെങ്കിൽ ഇതില് ബാബുവിനും എനിക്കും PK Abrahamനും PKSHക്കും ഒക്കെ വേണമെന്നുണ്ടപ്പോ പോലും മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടി. ഇനി വേണം നിങ്ങൾ മുഖമെന്ന് പറഞ്ഞ വേണം ഞങ്ങൾക്ക് വേണമെന്ന് അറിയിക്കാം. ഞങ്ങൾ അതിനെ തിരിച്ച വേറെ ഒന്നും അല്ല, നാളത്തെ തലമുറയ്ക്കെങ്കിലും അത് ഗുണമാകണം. അതിനുവേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലകളെ എല്ലാം മറന്നുകൊണ്ട് നാളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അറിയാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ പിന്ബലം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാറുള്ളൂ. അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്ത്യ കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു ജോലിക്കാരനായി നിൽക്കുവാൻ എനിക്ക് സാധിച്ചത് വളരെ സന്തോഷവും, അതിലുപരി ഇന്നലെ വരെ ആഹാരം കഴിച്ചത് ഈ സ്ഥാപനത്തിന്റെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സ്ഥാപനത്തെ എന്നും മാനിക്കുവാൻ, അതുപോലെ തന്നെ വിമർശിക്കുവാൻ ഇപ്പൊ ഞാനാണെന്ന് വിമർശിക്കേണ്ട കാരണം ഞാൻ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അത് മുഖം നോക്കാതെ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്കത് സ്ഥാപനത്തെ വിമർശിക്കേണ്ട കാര്യമില്ല, അത് അവരെ നോക്കിക്കോളൂ. ഇപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരെ നോക്കിക്കോളൂ, അത് അവരുടെ കാര്യം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ നിങ്ങളുടെ മനസ്സിൽ കാണിച്ചാൽ നമുക്ക് പല ആനുകൂല്യങ്ങളും നേടിയെടുക്കാൻ കഴിയും.
എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം എന്നെ സഹിച്ച നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഞാനും നിശ്ചയിച്ചാൽ ഇപ്പൊ നമ്മുടെ കോട്ടയം മേഖലയിൽ തിരുവനന്തപുരം മേഖലയിൽ ഏതൊരു മേഖലയിൽ കഴിഞ്ഞാലും ആരെങ്കിലും മരണം, അതേപോലെ കല്യാണം, അതേപോലെ എന്ത് കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതിന് എല്ലാവരും നമ്മൾ അറിയില്ല, കൂടുതൽ ആൾക്കാരൊന്നും നേരിട്ട് അറിയില്ല. എന്നാലും തന്നെ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കോട്ടയം മേഖലയിൽ ഉണ്ടാക്കി തന്നിട്ട് ആൾക്കാരോട് നമ്മൾ ആദ്യം നന്ദി പറഞ്ഞിട്ട് നമ്മളെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിച്ചുകൊള്ളുന്നു.